നമുക്ക് BJP സംസ്ഥാന കാര്യാലയം മാരാർജി ഭവനിൽ നിന്നും എസ് ശാലിനി കൂടി ചേരുകയാണ്. ശാലിനി, നാളെയാണ് മാരാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. നേരത്തെ പാലുകാച്ചൽ അടക്കമുള്ള ചടങ്ങ് നടത്തിയിരുന്നു. പക്ഷേ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിക്കുന്നു. ഇന്ന് രാത്രി അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാനം. BJPയുടെ പുതിയ ഭാരവാഹികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും മാരാർജി ഭവൻ എല്ലാ അർത്ഥത്തിലും അത് സന്തോഷത്തിൻ്റെ നിറവിലാണല്ലോ. ശാലിനി, കൂടുതൽ വിവരങ്ങൾ. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഒരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒക്കെ നിമിഷത്തിലൂടെയാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന കാര്യാലയം BJP കാര്യാലയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ BJPയുടെ സംസ്ഥാന കാര്യാലയം നാടിന് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്താൻ. അതിനിടയിലാണ് മറ്റൊരു ഇരട്ടി സന്തോഷം എത്തിയിട്ടുള്ളത്. ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളെ ഔദ്യോഗികമായി JP നഡ്ഡ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദേശീയ അധ്യക്ഷൻ. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി, പുതിയ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ്. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് ഒരു ചുമതലയിൽ നിന്നും മറ്റൊരു ചുമതലയിലേക്ക് മാധ്യമ പ്രഭാരിയാണ് കേരളത്തിലെ. ആ പ്രഭാരി സ്ഥാനത്ത് നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്ത് തോന്നി സമയം? അപ്പോൾ മാധ്യമങ്ങൾ കാരണമായിരിക്കണം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ്, ഒരു ചുമതലയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നിൽക്കുന്നത് ഒരു പാകമായ ഒരു സാഹചര്യത്തിലാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും നാളും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുമ്പിലുണ്ടായിരുന്ന എല്ലാ ബാരിയേഴ്സിനെയും മറികടന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിച്ച് അധികാരത്തിലേക്ക് എത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ, അതിനുശേഷമുള്ള അസംബ്ലി ഇലക്ഷൻ, ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും വലിയ വിജയത്തിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി പോകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പുതിയ ടീം, ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള പുതിയ ടീമിൻ്റെ ഒരു വലിയ ദൗത്യം അവരുടെ മുകളിലുണ്ട്. ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന് പറയുന്ന വലിയ ലക്ഷ്യം സാധ്യമാക്കാൻ ഈ ടീമിന് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അങ്ങനെ രീതിയിലാണ് ഈ ടീമിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. പാർട്ടിയുടെ പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് നാളെ. അതോടൊപ്പം തന്നെ അമിത്ഷാജി നാളെ മിഷൻ 2025-2026 എന്ന ആ ഒരു ലക്ഷ്യം, ആ ദൗത്യം, അതിന് നാളെ തുടക്കമിടുകയാണ്. അതിനോടൊപ്പം ഈ പുതിയ ടീമും ഇതോടൊപ്പം പ്രവർത്തനം തുടങ്ങിയാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പുതിയ കാര്യാലയത്തിൻ്റെ ഓരോ റൂമുകൾ പോയപ്പോൾ ജനറൽ സെക്രട്ടറി 1, 2 എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആരായിരിക്കും ഈ ചെയറിലേക്ക് അല്ലെങ്കിൽ ഈ റൂമിലേക്ക് വരിക എന്നുള്ളത്. ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം തന്നെയായിരുന്നോ ഇത് തോന്നുമ്പോൾ? അങ്ങനെ പറയാൻ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അപ്രതീക്ഷിതമോ പ്രതീക്ഷിതമോ ഒന്നുമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രവർത്തകരുടെ പാർട്ടിയാണ്, കാഡറിൻ്റെ പാർട്ടിയാണ്. ഇപ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തകനായിരിക്കും നാളെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കേസ് അങ്ങനെയല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെയും നമ്മുടെ പാർട്ടിയിൽ എപ്പോഴും എന്ത് ചുമതലയും ഏറ്റെടുക്കാൻ ആരും എപ്പോഴും തയ്യാറായിരിക്കണം. അതാണ് പാർട്ടിയുടെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെയും എന്ത് ചുമതല വന്നാലും പ്രവർത്തിക്കാനും അധ്വാനിക്കാനും തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇരുന്നത്. അതുകൊണ്ട് തന്നെയും ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളെല്ലാം കണ്ടത്. അതിന് ഇനിയിപ്പോൾ നാളെ കേരള വിഷൻ അല്ലെങ്കിൽ ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മുടെ വിഷൻ സ്റ്റേറ്റിലെ, പ്രത്യേകിച്ച് 4 സെക്രട്ടറിമാർക്കും പറയാനുണ്ടാവുമല്ലോ? നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. വരാൻ പോകുന്ന ഒരു കുറച്ച് മാസങ്ങൾ, അതിൽ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനുണ്ട്, അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷനുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഭാരതീയ ജനതാ പാർട്ടി എല്ലാവിധ ചലഞ്ചസിനെയും ഓവർകം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തുക, നമ്മൾ വിജയിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഉള്ളത്. അതിനുവേണ്ടി ഞങ്ങളൊരു സ്ട്രാറ്റജി, ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ പിന്തുണ എല്ലാ രീതിയിലും ഞങ്ങൾ തേടുന്നതായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പിന്തുണയോട്, നരേന്ദ്രമോദിജിയുടെ പിന്തുണയോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആ ലക്ഷ്യം നേടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പുതിയ ടീമിന് ആശംസകൾ. താങ്ക് യു. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് നാളെ ഇവിടെ തിരുവനന്തപുരത്ത് അമിത്ഷാ എത്തുമ്പോൾ. ആ ഒരു വിഷൻ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ പുതിയ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികൾക്കുമുണ്ട് ഒരു വലിയ വിഷൻ. ആ വിഷൻ നാളെ അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള സംസ്ഥാന ഭാരവാഹികൾ ആഭ്യന്തരമന്ത്രിയെ അറിയിക്കുന്നുണ്ട്. അമിത്ഷായുടെ കൂടി അപ്രൂവ് ലഭിച്ചാൽ മിഷൻ അവർ പാസ്സാക്കും, ഒപ്പം അത് തുടർന്ന് പ്രവർത്തന സജ്ജമാക്കും എന്നുള്ളതാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശക്തമായ പ്രവർത്തനമായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഈ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം വരുന്നത്. ആ പ്രഖ്യാപനത്തിൽ വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് ഓരോ ഭാരവാഹികളും കാണുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പല അപ്രതീക്ഷിത വ്യക്തികളും ആ ഒരു ചുമതലയിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലൊരു മാറ്റം, വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളം എന്നൊരു വലിയ മാറ്റത്തിലേക്ക് കൂടിയാണ് BJPയും സംസ്ഥാന നേതൃത്വവും പോയിക്കൊണ്ടിരിക്കുന്നത്. വിനോദ്.